പിന്നെ കൂടാണ്ട് ബുറത്തിനോടും ഈ മുഷ്കനും എനിക്ക് തോന്നാത്തത്, ഞാൻ ഈ റെസ്ലിങ്ങില് അണ്ടർടേക്കറാണ് എന്റെ ഇഷ്ടതാരം. ആ കാര്യം അവിടെ ഒരുപാട് പേരുണ്ടെങ്കിലും നിറവ് അങ്ങേരാണ്. ആ വരവും കാര്യങ്ങളൊക്കെ. പിന്നെ എറണാകുളത്ത് വെല്ലുമ്പഴത്തിന് പറഞ്ഞ കാലത്ത് കപ്പലിൽ ഒരു റെസ്ലിംഗുകാരൻ പുറത്തേക്ക് ഇറങ്ങി ഒരു 10-40 എണ്ണത്തിന് ഓരോ തന്നെ വീഴ്ചിട്ടിട്ടു. ഒരു ചുമ്മാവനെ തോന്നിയതാ. ഒരാൾ മേത്ത് വിട്ട് തന്നെ അവര് എറണാകുളമല്ലേ 10, 30, 40 ആണല്ലോ, 20 പേര് കുറവില്ലാന്ന്. ചുമ്മാ എടുത്ത് ഇങ്ങനെ കയ്യെടുക്കാനത് മുഴുവൻ തെറിച്ചു വിടുവായിരുന്നു. അത് റെസ്ലിംഗ് അവരുടെ തൊഴിലാ, അവരത് ശീലിച്ചിട്ടേക്കണതാ. അപ്പൊ പിന്നെ നമുക്ക് വേറെ ആളോട് ചെന്ന് നോക്കിയാൽ ഈ അണ്ടർടേക്കറൊക്കെ കാര്യം ഓർക്കുമ്പോ നമുക്ക് വേറെ ആളെ ചെന്ന് മുട്ടാൻ തോന്നും. ഇത് ഉണക്കുമ്പത്തെ തേയിലൊരിക്കും. എന്താ വിശ്വസിച്ചാൽ ചിലർ കത്തി കൊണ്ട് കൊടുക്കും. ഈ കത്തി കൊണ്ട് ഒരുത്തന്നെ ഉപദ്രവിക്കാൻ പറ്റില്ല. മറ്റവനുള്ള ആയുധം അത്. അതിനാന്ന് വെച്ചാൽ ഇപ്പൊ എന്നെ തട്ടിക്കളഞ്ഞ ചെണ്ടെന്ന ഇത് തീരുന്നില്ലേ, നമ്മളാരും തീരുന്നില്ലേ. അതാണ് ഈ കത്തി എടുക്കുന്ന കാച്ചോട്ടിൽ അല്ലെങ്കിൽ ഒരാൾ കല്ലെടുക്കുകയാണ് നമ്മളെ ഉപദ്രവിക്കാൻ. അതിൽ കാട്ടുകൈക്ക് എതിരെ എന്നും പറയുന്നൊരു വിദ്യയുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടേക്കണം കേട്ടോ, എനിക്കൊന്നും അറിയില്ല. കല്ലെടുത്ത് അത്യാണെങ്കിൽ അവന്റെ കാച്ചോട്ടില്ല. വിനോദം എനിക്കിട്ട് എറിയാൻ കല്ലെടുക്കണു. ഞാൻ സാമാന്യ ഇതിന് പുറകോട്ട് പോലെ അലക്സ പോകുള്ളൂ. ഈ കല്ലെടുക്കുന്ന ഞാൻ തന്നെ തങ്കത്തോടുകൂടി അണഞ്ഞ് ചേർത്ത് പിടിച്ചു കല്ലെടുക്കുന്നവന്റെ കാച്ചോട്ടില്ല. താനീ കല്ലും കൊണ്ട് തന്നെ എന്നാ ചെയ്യണേ? എനിക്ക് തന്നെ പലതും ചെയ്യാം. എനിക്ക് തന്നെ കല്ലെടുക്കുന്നവന്റെ കാച്ചോട്ട് എന്ന് പറഞ്ഞത് ഓടാനല്ല, ഓടൂല്ല അവൻ. അവന്റെ തങ്ക കാരണം ഇതൊരു 1 മണിക്കൂർക്ക് വ്യായാമം ചെയ്യുന്ന ഒരു മനുഷ്യന്, ഇത് സാധാ മനുഷ്യന്റെ കാര്യം പറഞ്ഞു, ഇത് സൗകര്യമുള്ളവന്റെ കാര്യം, ഈ പട്ടുപിടുത്തക്കാരനെ എന്റെ കാര്യമല്ല പറയുന്നത്. ആ വ്യായാമം അവനുണ്ടാക്കുന്ന സമയം അവന്റെ ചെറു ലഘുവായിട്ടുള്ള വില കുറഞ്ഞ ഭക്ഷണം ഉള്ളതൊക്കെ കഴിച്ചു പുറത്തേക്ക് ഇറങ്ങി. അപ്പൊ ഏതൊരു അവിടെ വന്നാലും ഇവന് ഭയമില്ല. ഇവന്റെ മനസ്സെപ്പോഴും അത്യാവശ്യം ദൈവവിചാരവും പൊതുജനത്തിന് പേടിയുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഭയത്തിന്റെ ആവശ്യമില്ല. ഞാനിപ്പോ പറഞ്ഞു ഈ ലോക അലക്സ ഇപ്പൊ ഇത് ഒരുപാട് പേര് കാണുന്നതല്ലേ ജനങ്ങള്. അപ്പൊ ഈ സാമാന്യം ഇന്നത്തെ അല്ല അന്നത്തെ ആനക്കാരന് ഒരു ആന കെട്ടി ഒരു ആന ഒരു ഉടമസ്ഥന്റെ കൊണ്ടുവരുന്ന 1 കൊല്ലോ 5 കൊല്ലോ വന്നോട്ടെ, അവന് പിന്നെ ആ പരിസരത്ത് എല്ലാം പറ്റില്ല. ആൾക്കാർ കല്ല് തെരഞ്ഞു കൊല്ലും. ഈ പാവപ്പെട്ട എന്നുകാരെ ഈ എന്നോട് ഇഷ്ടമുള്ളവര് എങ്ങനെയെങ്കിലും ഇങ്ങനെയൊക്കെ ഓരോ ചോദ്യത്തിന് ഞാൻ മറുപടി കൊടുക്കുന്നത്. കാരണം എന്നെ ഇവിടുന്ന് എടുത്തോണ്ട് പോകും. അത്ര ഇഷ്ട ചെന്നിടത്തല്ല. ഞാനെങ്ങും പോവില്ല. ഒന്നാമത് എനിക്ക് നേരെയില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ ഇച്ചിരിയും കരലേ ഉള്ളൂ. ആ കേടുവരാണ്ട് നോക്കേണ്ടത് നമ്മുടെ കാര്യമാണ്. എല്ലാവർക്കും സ്നേഹം കൂടെ അവിടെ ചെന്ന്. ചെല്ലവർക്ക് സ്നേഹം കൂടി. ഇത് കുടിച്ചു കഴിഞ്ഞിട്ട് നേരം പഴുത്ത് കണ്ണും പഴുത്ത് പല്ല് കഴിക്കാനും പറ്റില്ല, കുളിക്കാനും പറ്റില്ല, വേച്ചും വീണ് ഈ വണ്ടിയിലും കയറി അങ്ങോട്ട് പോകണ ആഘോഷം ഇങ്ങോട്ടുണ്ടോ തന്നെ പോകണ്ട. പൂരം കാണാൻ പോകുമ്പോഴാ. ഞാൻ എങ്ങും പോവില്ല. ഇതെല്ലാരും എന്നോടും കാരണം എന്നോരും ഞാനൊരു തൊഴിൽക്കാരന് ഒരാളെ വാക്കുകൊണ്ട് പോലും നോട്ടം കൊണ്ട് പോലും വഞ്ചിച്ചിട്ടില്ല. അവന്റെ പണി കളഞ്ഞിട്ട് എനിക്ക് കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പച്ചവെള്ളം കുടിച്ചാൽ മതി തന്നെ. ഒരു നേരം ഭക്ഷണത്തിന് കുടുംബത്തിലൊരു പട്ടിണി പറഞ്ഞാൽ എനിക്ക് സങ്കടം, ഒരുപാട് വിഷമാ കുടുംബത്തിൽ പറഞ്ഞത്. അത് സാധാരണ ഇപ്പൊ അവളോട് ചോദിച്ചു നോക്ക്, ഇതുവരെ വന്നിട്ടില്ല. പോക്കൊക്കെ എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ വേണ്ടിയിട്ട് വല്ലവരെയൊക്കെ ഉണ്ടാക്കാൻ അല്ലാണ്ട് നമുക്ക് വല്ല താളമൊന്നും അത് തന്നെ. എനിക്ക് ഇഷ്ടം അത് തന്നെ, ഞാൻ ശീലിച്ചതും അത് തന്നെ. അല്ലെങ്കിൽ അന്ന് മുതൽ ഇന്നത് അന്ന് കഴിച്ചിട്ട് അങ്ങനെ ഒരു ജീവിതമൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ ഈ ജീവിതത്തോടെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇപ്പൊ ഇത്ര നേരം ഇങ്ങനെ ഇരിക്കണു. കാരണം ഇപ്പൊ നിങ്ങളായിട്ട് കുറച്ചു നേരം ഇങ്ങനെ വർത്താനം പറയണം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖങ്ങളും സുഖങ്ങളും കൈമാറണം. ഏറ്റവും ഭയം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ആനകളുടെ അല്ല ഇപ്പൊ അരിക്കുട്ടിയുടെ ചൊറിച്ചിലിന്റെ ഏകദേശം ആ ചോദിച്ചതിനുള്ള മറുപടി. ഇനിയും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ. അത് ഒത്തിരി പറയാനുണ്ട് അരിക്കുട്ടിയുടെ, ഒരുപാട് പറയാനുണ്ട്. പിന്നെ ഞാന് ഇങ്ങനെ ഇരുന്നപ്പോ ഈ സന്ധ്യ വരെ എടുത്തപ്പോ ഞാൻ പറഞ്ഞായിരുന്നു,
ഒന്ന് പറഞ്ഞായിരുന്നു അത് വിടണ്ടാട്ടോ എന്നൊന്ന് പയ്യെ പറഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞായിരുന്നു ഞാൻ അയാളുടെ വിളിച്ചപ്പള്ളി ഈ ഞങ്ങൾ പോകാൻ നേരത്തെ ആ നോട്ടത്തിൽ എനിക്ക് പിടികിട്ടിയാർന്നെന്ന് പറഞ്ഞു. വൈകുന്നേരം പോകാൻ നേരത്തെ എനിക്ക് ആദ്യം ഒന്നോട് വന്നേ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിരുന്ന വേഗം ഭാര്യയ്ക്കിട്ട് ഭാര്യയോടെ അപ്പോഴും ഞാൻ പറഞ്ഞത് ഞാൻ ഇവിടുന്ന് ഇപ്പൊ 15 പേരൊക്കെ ഒന്ന് ആന തന്നെ ഇരിക്കട്ടെ, ഇപ്പൊ ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ എന്നെ കൊണ്ട്. അഴിക്കാൻ പോകുമ്പോൾ ഈ കുടുംബത്തിൽ ആന പണിയുടെ വാക്കുകൾ ഒറ്റ വാക്ക് ഞാൻ എന്നോട് ചോദിക്കില്ല, എന്റെ പ്രബന്ധത്തോട് ഞാൻ പറയില്ല. ഇല്ല ആളുടെ മാസങ്ങളൊക്കെ കഴിഞ്ഞ ഇവിടെ അറിയണത്. അല്ലാണ്ട് വരില്ല. ഞാനൊരു ആന കൊണ്ട് എഴുന്നള്ളിക്കുന്ന സ്ഥലത്ത് എന്റെ പെമ്പറന്നോട്ട് ഇന്നോളം വന്നിട്ടുമില്ല. ഇല്ല. പക്ഷെ ഞാനിത് ഓരോ ദിവസം ഇങ്ങനെ ചിന്തിച്ചു, ഇത് എന്നെ ഇങ്ങനെ ഒരു ദുഷ്ടത്തരല്ലെന്ന്. ഞാൻ ഈ ഊട്ടി കൊടൈക്കനാലൊന്നും എനിക്ക് പ്രാപ്തി കൊണ്ട് കൊണ്ടുപോകാൻ. ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ. എറണാകുളം വല്യമ്പലത്തിൽ പാണ്ഡ്യനാൻ എഴുന്നള്ളിച്ചോണ്ടിരുന്നപ്പോഴ് ഫോണൊക്കെ ഉണ്ടല്ലോ, കരിയോടി ഞാൻ വെച്ച് പറഞ്ഞു, എടാ അമ്മേനെ ഒന്ന് കൊണ്ടുവരാമോന്ന് ചോദിച്ചു. ഇതുവരെ ഞാൻ ഈ ആനയെ തന്നെ ഒന്നും കണ്ടിട്ടില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഓണക്കുറമ്പത്തിലൊക്കെ പല ആനകളെ ഞാൻ വഴിപാട് എഴുന്നേക്കാറുണ്ട് ക്യാപ്പ് കിട്ടുമ്പോള്. അവള് ആലിന്റെ അങ്ങനത്തൊക്കെ പോയിന്ന് കണ്ടാട്ടുന്നൊക്കെ വല്ലവരും പറഞ്ഞു. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എല്ലാ ആനക്കാരും പെണ്ണൂറ്റുകാരൊക്കെ പോക്കിപ്പിടിച്ചു ഇനി അർപ്പും വെറുപ്പും അത്. ഇപ്പൊ അവിടെ വന്നിട്ട് നിസാരം പറഞ്ഞ അങ്ങനെ ഇരുന്നു. അന്ന് ഗുരുവായൂര് കേശവന അല്ല ചെറിയ കേശവനാനെ കൊണ്ട് നടക്കുന്നത് വിശ്വംഭരനാണ്, വിശ്വംഭരൻ ചേട്ടൻ, സേതുവിന്റെ അനിയൻ. അയാളുടെ ഒരു നേരിയത തോളെ കിടന്ന് ഉച്ചയ്ക്ക് ഉണ്ണുന്നതിന് കൂട്ടുവരെ ചോറുണ്ട്, നല്ല ഭക്ഷണം. ആ നേരിയത് മടക്കിയിട്ട് അതിനകത്ത് ഇല വെച്ച ചോറുമായിട്ട് ഇവിടെ മുമ്പ് കൊണ്ടുവച്ചു. ഇവളോട് ചോദിച്ചോ ഒരാൾക്കാരുടെ ഭാര്യക്ക് കിട്ടുന്നത്. വിശ്വംഭരൻ. അങ്ങനെയാണ് ഇവള് ഒരു തവണ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ അറിഞ്ഞെങ്കിൽ അങ്ങേരെ കൊണ്ട് മേടിപ്പിക്കില്ല. കാരണം ഞാനും ആ മനുഷ്യനുമായിട്ട് ഒന്ന് ഗുരുവായൂരപ്പന്റെ മുതല് വലിയ കേശവൻ, പിന്നെ രണ്ടാമത് ഞാനും ഈ ആനക്കാരൻ വിശ്വംഭരനുമായിട്ട് കുചേലനും കൃഷ്ണനും പോലെ. ഞാൻ കുചേലനായാലും കൃഷ്ണൻ എനിക്ക് അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ഞാൻ അറിയാണ്ട് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആവണപ്പറമ്പ് മഹേശ്വരൻ വരെ എന്റെ ജീവനായിരുന്നു, വലിയ ഇഷ്ടമായിരുന്നെന്ന്. ഓരോ ആനക്കാരനും അങ്ങാരും മുമ്പ് ഒന്നും മിണ്ടാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ വേഴപ്പറമ്പന്റെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇനി എനിക്കിപ്പോ പ്രായം മറവിയൊക്കെ ഉണ്ട്. അമ്പലത്തിന് 2 തുളസിയുടെ കാര്യം അത് വേനക്ക് കാണുമല്ലോ. പിന്നെ ചെമ്പരത്തി അല്ലാണ്ട് ഒരിക്കൽ പോലും തല സോപ്പ് തേച്ചിട്ടില്ല. മുടി നാച്ചുറൽ കളറാണോ? അതല്ലേ, കളറൊന്നും ചെയ്തിട്ടില്ല. ഇല്ല ഞാനും ചെയ്യണ മോശം എന്നാന്നറിയോ, ജരാനര ഏറ്റുവാങ്ങണമെന്നാ പറയുന്നത്. പിന്നെ അതുകൊണ്ടല്ല, ഞാനിപ്പോ ഇത് ചെയ്തു കഴിഞ്ഞാല് ഞാൻ എന്നോട് തന്നെ ചോദിക്കണു, ഞാനൊരു തന്നെ ഭംഗി അല്പനും അല്ല എന്ന്. എന്തേ ഇത് ഞാൻ ചെയ്യില്ല. എനിക്ക് ആ ഭഗവാൻ അനുഗ്രഹിച്ച എന്ത് തന്നെ അത് തന്നെ സ്വീകരിക്കുള്ളൂ. അല്ലാതെ ഞാൻ ഇന്നോളം പിന്നെ ഒരു 14, 15, 16 വയസ്സ് കഴിഞ്ഞ പിന്നെ തല സോപ്പ് വെച്ചിട്ടില്ല. അമ്മങ്ങൻ തേപ്പിച്ചുകൊണ്ടുള്ളു. പിന്നെ ഞാൻ താളി മാത്രം ഇന്നോളം. പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കാറില്ല. എനിക്ക് വെള്ളത്തില് ഈ കോരി കുളിക്കുന്നത് ഇഷ്ടമല്ല. ഈ കണ്ണിലെ ഉഷ്ണമൊക്കെ കഴിഞ്ഞ് തോട്ടില് എനിക്ക് 1 മണിക്കൂർ കുറയാണ്ട് ഞാൻ കുളിക്കും. അങ്ങനെ ഇന്ന് തിരക്കൂടി പോന്ന എങ്ങും എത്തില്ല. ആന കഴിയുമ്പോ പറയുമ്പോലെ അങ്ങനെ കാര്യം ചോദിച്ചു. ബാക്കി ആശാന്മാരല്ലേ ഈ കൊച്ചരഞ്ജന്റെ കാര്യം ബാക്കി. അപ്പൊ നമ്മുടെ 2 ആശാന്മാരുണ്ടെന്ന് പറഞ്ഞല്ലോ. ആശാന്മാരുടെ വീട്, അവരുടെ ഒരു രീതികള്, സ്വഭാവ രീതികളിൽ വ്യത്യാസം, അല്ലെങ്കിൽ അവര് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇന്ന് ആനലോകത്തിന് അറിയാൻ മേലാത്ത ഒത്തിരി കാര്യങ്ങൾ കയ്യിലുള്ള ആളാണ് പൊന്നാശൻ. അവർക്കല്ല, അവരിൽ നിന്ന് കിട്ടിയ, അവർക്കുണ്ട്, അവരിൽ നിന്ന് കിട്ടിയ എല്ലാ അവര് മനസ്സറിഞ്ഞ് മൊത്തം തന്നിട്ടുള്ള ഒരു ശിഷ്യൻ പൊന്നാശാനാന്നാണ് ആനലോകത്ത് മൊത്തം പറയുന്നത്. അതില് അന്നിവിടെ ഒരുപാട് ആനക്കാരുണ്ട്. തൃശ്ശൂര് കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഇവിടെയാണെന്നാ പറയുന്നത്. ഒത്തിരി ആനക്കാരുണ്ട്. ഇന്നിപ്പോ മനുഷ്യനൊക്കെ ബുദ്ധിയും ബോധമൊക്കെ ഈ കെട്ടിടത്തിൽ പെയിന്റ് അടിക്കാനും അങ്ങനെ ഒരുപാട് പണിയുണ്ട്. അത് പിന്നെ ഇപ്പൊ കൂടുതലും ബംഗാളികളാ വന്നത്. ഇവിടുത്തുകാരങ്ങനെ കുറവ്. എല്ലാവർക്കും സാമ്പത്തികമായിരിക്കണം. അല്ലെങ്കിൽ വൈറ്റ് കോളർ ജോലികൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു. നാരായണൻ ചേട്ടന്റെ ജീവിതം അല്ലേ ചോദിക്കണം ആദ്യത്തെ. അങ്ങനെ വെളുപ്പിന് പുള്ളിയുടെ വീട് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കുറച്ച് മാറിയാൽ മതി, 1 കിലോമീറ്റർ ഇല്ല, കട്ടിയുള്ളൂ. അപ്പൊ വെളുപ്പിന്
5 മണിക്ക് മുമ്പ് കുളി കഴിഞ്ഞു. ആ ഒരു ചന്ദനക്കുരുവൊക്കെ ഉണ്ട്. ആ വൃത്തിയായിട്ട് അലക്കിയ മുണ്ട് ആ കൊടുക്കുള്ളൂ. ആ വിലയുള്ള മുണ്ട്, ആ ഒരു ഷർട്ട്. ആ കൂടുതലും ആദ്യകാലങ്ങളിൽ ബനിയനാണ്. അരവിന്ദന്റെ ബനിയനുണ്ട്, കൈ ഇവിടം വരെ ഉണ്ട്. ആ കയറി കഴിഞ്ഞാൽ വൃത്തിയാണ്. ഇപ്പൊ ഒന്നും കാണില്ല. ആ ആ, നല്ല പുകവലിക്കാരനാണ്. ആ ചാർമിനാർ സിഗരറ്റ്, ആ പിന്നെ തെറുപ്പുപിടി. ആ അതിവിടെ ഒരാൾ വീട് തെറുക്കണ ആളുണ്ട്. ഒരാശാനുണ്ടായിരുന്നു അല്ലേ? ആശാനുണ്ട്, പാച്ചു ആശാൻ. ആ പുള്ളി രാഷ്ട്രീയത്തിലൊക്കെ വലിയ ആ ആളാണ്. അങ്ങേര് എനിക്കറിയാം. മരിച്ചുപോയി. ആ ആ അത് അങ്ങേര് തെറുക്കുന്ന വീടിയാണ്. എഴുന്നള്ളിപ്പിന് പോവാണെങ്കിൽ ഒരു ഇന്നത് കൊണ്ടുപോകും. ആ ആ അത് തീരുന്നതിന് മുമ്പ് വീണ്ടും ആളെ വീട്ട് കൊണ്ടുപോയി. ആണല്ലേ? ആ അങ്ങനെയാണ്. ആ പിന്നെ അന്ന് ലാമ്പാണ് വീട് കഴിക്കാൻ എല്ലാവർക്കും. ആ ഇങ്ങനെ അന്ന് മേജർ സെറ്റാണ് ഈ ലാഭം കൊണ്ട് വലിക്കുന്നത്. ആ അന്ന് അല്ലാത്തവരൊക്കെ ചെവിയുടെ ഇവിടെ ഓരോ മുറിവിടിയൊക്കെ കാണും. ആ ആ ഇതിലെ പോവാണെങ്കിൽ തീപ്പെട്ടിയൊക്കെ ആണെങ്കിൽ സാമ്പത്തിക കുറവായി. 1.5 രൂപ കളിക്കാൻ പോകുന്ന. ആ ആ അപ്പൊ ദേ വീട് ഞാൻ വീട്ടിൽ കയറിച്ച് തീ തരാൻ പറയും. ആ ആ അങ്ങനെ പലരെയും പട്ടി കടിച്ചിട്ടുണ്ട്. ആ തീ വയ്ക്കാൻ പോയിട്ട്. തീയൊക്കെ പോലും അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഈ പരന്ന ലാമ്പാണ് ഒന്നുകൂടെ ക്വാളിറ്റി. അതിലൊരു ചെയിനുണ്ട് ഇത്ര നീളത്തില്, ആ സ്റ്റീലിന്റെ. അതൊരു മണ്ണെണ്ണയുടെ ലാമ്പാണോ? അങ്ങനെ ഒരു ലാമ്പില്ലായിരുന്നു? മണ്ണെണ്ണ വേണം, ആ ആ കല്ലും വേണം. ആ ആ ആ ഈ പഞ്ഞി ഒരു കൊണ്ട് സ്റ്റീലിന്റെ അത് ചെയിന് ആന വഴിയെടുക്കുമ്പോഴും അല്ലാത്തപ്പോഴാണെങ്കിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടാവുള്ളൂ ഈ ചെയിനെ. ഈ കൈ കരച്ചു കഴിയുമ്പോൾ ഈ വടുക്കുമ്പില്ലേ, ഇടത്തെ കയ്യാ പാട്, വലത്തെ കക്ഷത്തിലേ ഇരിക്കുള്ളൂ. അതിങ്ങനെ കറക്കൊണ്ടിരിക്കും. അത് കറങ്ങുന്നത് ഭയങ്കര ആനയെ കാണാൻ കഴിഞ്ഞും ഇതാ. കാരണം ആ വടിയുടെ കട എന്തെങ്കിലും കാണാൻ പറ്റൂല. ഇങ്ങനെ കറക്കി ചുമ്മാ പുള്ളി കാണിച്ചിട്ട് പോണതാ. അത് ചിലപ്പോ ഇങ്ങനെ ഇടയ്ക്ക് ഒരു ഏറ് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ഇങ്ങനെ തന്നെ പിടിക്കും. ഇങ്ങനെ തന്നെ കയറി ഇങ്ങനെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ. മുകളിൽ ഒരു ആശാന്റെ സ്വഭാവം പറയുന്നത്, മുകളിൽ ഒരാളിരിപ്പുണ്ടെങ്കിൽ കാലറിയുന്നവനെ ഇരുത്തുള്ളൂ. ഈ താടക്കീട് തന്നെ അങ്ങോട്ട് അറിയാൻ എന്നോട് കരിച്ചാൽ ഞാൻ ഒന്നും പറയില്ല. വഴി ഘട്ടത്തിലേ ഇരിക്കുള്ളൂ. ആന അവിടെ ആണെങ്കിൽ ഇങ്ങനെ ഇവിടെ ആയിരിക്കും. ആ പോക്കാണ് അങ്ങനെ അങ്ങോട്ട്. അങ്ങനെ ഒരു ദിവസം പാച്ചുവിൽപ്പിന്റെ ആന ബാലൻചേട്ടൻ, അപ്പൊ ഇങ്ങേര് കിടങ്ങൂരാന, ഞാനന്ന് ബാലൻചേട്ടന്റെ കൂടെയാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ ജീവൻ പീഡി കമ്പനി ആരാണ്ട് കുതിരേനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ കുതിരേനെ സാമാന്യ ആനകൾക്ക് ഇതിന്റെ ചാണാമര പേടിയാ. കുതിര പേടിയാണ്. ഇതിന്റെ ചാണാമര പേടിയാ. ആ വഴിക്കൂടെ പോയിട്ടുണ്ടെങ്കിൽ ആന ഇങ്ങനെ വാടകത്തിന് നടക്കും. ആണല്ലേ? അന്നേരം ഒരു കുതിര വണ്ടി ഇഞ്ഞു വന്നെ. ആന ഇങ്ങനെ ചാടുള്ളൂ, മൂട്ടടിയും കൊടുക്കുന്നുണ്ട്. ആ കൊമ്പൊന്നില്ല റോഡിലേക്ക് പണിയത്. ഈ കിടങ്ങൂരാന പാൽക്കൊമ്പിന് ഭംഗി കൂടും, കട്ടി കുറവാ, അല്ല ബലം കുറവാ. ഇതിന്റെ ചന്ദനക്കൊമ്പാ. ഇത്ര ഒന്നും ഒഴിഞ്ഞു പോയി. കാറിന്റെ പട്ട് ഈ മെറ്റിലേക്കാണ് ഈ മെയിൻ റോഡ്. ആ കാര്യം ഇങ്ങനെ ചുമ്മാ കയ്യിൽ ചുമ്മാ പിടിച്ചിട്ട് എന്റെ പറ്റേ ഞാനുള്ളപ്പോ പേടിക്കേണ്ട ആവശ്യം. അങ്ങനെയൊക്കെ ഒരു വാക്ക് വല്ല കാലത്തേ ഉള്ളൂ. അത്രേ ആന പോയുള്ളൂ. ഈ ബാലഞ്ചേന്റെ ആനയുടെ മുകളിൽ ഞാനാ. അപ്പൊ അത് മുകളിൽ കഴുത്തലൊക്കെ പിടിക്കുവാണ് കൈക്ക്. അപ്പൊ ഞാൻ ഏതാണ്ട് പകുതിയായിട്ട് അവിടെ ഇരിക്കും. എനിക്ക് ധൈര്യം ഒന്നും അന്നൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇത് സഹിക്കാണ്ടിരിക്കാൻ പറ്റിയല്ല. ആര് പേടിയാന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ കൊല്ലും. രണ്ടുപേരും കണക്കാ. ബാലചേട്ടന് ഭയാനകം. അപ്പൊ ഒരു SP യുടെ പവർ തന്നെ പറഞ്ഞത്. ആനലോകത്ത് അന്ന് പറയുന്നത് ഈ ഒന്ന് തൊടുപുഴ ബാലൻ, ഒന്ന് പുലിയന്നൂർ ബാലൻ ആരോഗ്യത്തില്. രണ്ടാമത്തെ പുലിയന്നൂർ ബാലൻ എന്ന് പറഞ്ഞ ആൾക്കാരുടെ ഭംഗി കൂടുതൽ. ആനലോകത്ത് പവറേറിയ മനുഷ്യനാണ്. ഒരു പ്രൈവറ്റ് വണ്ടിയിലും ചീട്ട് എടുത്തില്ല. ഞാൻ പല സ്ഥലത്ത് പറഞ്ഞു. ചീട്ടിങ്ങേര് ചോദിക്കും, അവരെടുക്കൂല. പോലീസാന്ന് വെച്ചാൽ SP എന്ന് വെച്ചാ അത്ര പവറാണ്. അന്ന് കൃതാവൊക്കെ ഇറക്കി വെക്കുന്ന ഒരു കാലമാണ്. ഇവിടെ വരെ കൃതാവ് വെച്ച് ഇങ്ങനെ മീശ വെച്ച് അങ്ങനെ സ്വഭാവമല്ല. നല്ല മീശ, വെള്ളത്തിന് മുങ്ങേ ചടിച്ചാലും മുകളിലേക്ക് പക്ഷെ കൃതാവൊന്നുമില്ല ഇവിടം വരെ. ഒടുക്കപ്പിള്ളി ഇന്ദിരാഗാന്ധിയുടെ മുടി വെച്ചേക്കണമാതിരി ശേഖരൻ നരച്ചിട്ടുണ്ട് ഞാൻ പോരുന്ന കാലത്ത്. അതും അങ്ങേർക്ക് ഒരു ഭംഗിയായിരുന്നു. കൊച്ചനാനന്റെ ഈ നാരായണൻ ചേരൻ ഈ കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വൃത്തിയായിട്ടേ വരുള്ളൂ. ആനക്കാരിലെ ഏറ്റവും സൗണ്ട് കൂടുതൽ ഒന്ന് കുറ്റിക്കോട് നാരായണനും, ഒന്ന് കുരിക്കാട്ട് നാരാവളിക്കാണ് സൗണ്ട്. ഒരു വെടിയുടെ പവറ. വല്ലപ്പോഴൊക്കെ പറയുള്ളൂ. അപ്പൊ അങ്ങനെ എഴുന്നള്ളി നിൽക്കുമ്പോഴും ഒരിക്കൽ ക്ഷേണ ചോദിച്ചു, എസ് ജാനയുടെ പറഞ്ഞാണ് എന്താളെ? പറഞ്ഞില്ല. എസ് ജാനയുടെ പാട്ട് പാമ്പിനും ഇഷ്ടം. ആനലോകത്ത്
ഒരു ആന എഴുന്നള്ളിച്ച് വന്നാൽ കാണാൻ കൊതിക്കാത്ത ആനലോ കൊണ്ടുവന്നു ജോണക്കൂർ നാരായണനാർ വന്നാല് ഇന്ന് നമ്മളിപ്പോ ഓരോരുത്തരും ഞാൻ എന്റെ പേര് ഞാൻ ഇട്ടാലോ ഓണക്കൂർ ഞാൻ എപ്പോഴും അതിശയിക്കുക ഇതെങ്ങനെ വന്നിട്ടുണ്ട് ഈ ദരിദ്രനായ ഞാൻ എന്റെ കുടുംബം കൊണ്ട് യാതൊരു കുലീനതയില്ലാത്തവൻ പരമദരിദ്രൻ പലപ്പോഴും പട്ടിണി അന്നൊക്കെ എനിക്ക് വയറുകാരെല്ലാം കഴിക്കണമെങ്കിൽ ഒരുപാട് വേണമായിരുന്നു അന്നേ നല്ല പ്രായം ചെറുപ്പം പോലെ പിന്നെ 3 പെണ്ണുണ്ടായിട്ടേ ഞാൻ ഉണ്ടായത് പക്ഷെ ഞാനത് പറഞ്ഞെങ്കിൽ എനിക്ക് ദാരിദ്ര്യം ഇല്ലായിരുന്നു എന്നെ കാരണം എന്ന് വെച്ചാൽ ഇത് കൊച്ചച്ഛന്റെ വീടാ പുള്ളിക്ക് മക്കളില്ല അപ്പൊ വീട്ടില് 3 പെണ്ണുണ്ടായിട്ടേ ഞാൻ ഉണ്ടാക്കണേ അപ്പൊ എന്നെ പിടിച്ചു പറയാ ഞാൻ ഇവിടെ താമസം രാത്രിക്ക് ഇവിടെ രാവിലെ കൊച്ചച്ഛൻ ചോറുണ്ടാക്കും അപ്പൊ അവിടെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഉണ്ണും ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഇച്ച് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോ എങ്ങോട്ട് പോകാനാണ് അമ്മ വിളിക്കണുണ്ടോന്ന് സംശയമൊന്നും അപ്പൊ എന്റെ 10 മണിക്ക് ഇന്നത്തെ അത്താഴത്തിന്റെ ഇന്നലത്തെ അതെനിക്ക് വെച്ചേക്കും അവിടെ ആ ഉണ്ടണം ഉച്ചയ്ക്കും ഇത് തന്നെ രാത്രി ഇത് തന്നെ പിന്നെ എനിക്കിവിടെ പട്ടിണി പക്ഷെ ഞാനിത് ദൈവത്തിന്റെ അടുക്കാത്ത വേണ്ടതാ ഭഗവാനെ വിളിച്ചു തുടങ്ങിയപ്പോ ഇന്നോളം ദാരിദ്ര്യം ഞാനോ ഈ കുടുംബത്തിലോ ആരും അനുഭവിച്ചിട്ടില്ല ഇന്നോളം. അതാണല്ലോ ഏറ്റവും വലിയ അവിടുന്ന് തന്നെ തീരുമാനിച്ചൊരു പണിയായിരിക്കും. അതാണല്ലോ ഭഗവാനാണ് കാരണം. ഇവിടെ മുഴുവനും ആനക്കാര്. എനിക്ക് ഇതിനോട് ഭയങ്കര കൊതി. ഇത് ഞാൻ പലയിടത്തും പറഞ്ഞു ചുരുക്കി പറയുക. പലയിടത്തും ഇപ്പൊ ഞാനിങ്ങനെ നോക്കി വീട്ടിൽ നിന്ന് ആ കാലത്ത് ആനപ്പണിക്കൊന്നും വിടില്ല. അന്ന് ആനക്കാരന്റെ പറമ്പ് കിടക്കും പോലെ എന്നാണ് ആൾക്കാർ പറയുന്നത്. ഇവൻ പറമ്പ് പണിയില്ലല്ലോ, പിന്നെ കൂടാണ്ട് 5-6 ഭാര്യമാരും കാണും. ആദ്യം ഒന്ന് കെട്ടിയതിന് 3-4 പിള്ളേരൊക്കെ കാണും. ഇത് കഴിയുമ്പോള് അവനൊന്നും നോക്കല്ലോ ഓരോ ആന കയറുമ്പോ ഓച്ചറക്കാളെ വീടുകളിൽ കൊണ്ടുവന്നാ ചവിട്ടിക്കണേ. അതുപോലെ തന്നെയാണ് അതിനെ കൊണ്ടു നടക്കുന്നതിനെ പോലെയുള്ള അവന് പെണ്ണുങ്ങളോട് നല്ല പ്രമാരിക്കൊണ്ടാവണത് ഈ ഓച്ചറക്കാളെ അത് തന്നെ ഇത് നല്ലൊരു ആന കേട്ടോ പൂപ്പലൊക്കെ കയറിയാല് തൈടലയിൽ ഇവൻ കിടക്കുള്ളൂ. മഹർഷിമാരൊക്കെ കുളിച്ച് വെള്ളത്തിൽ കുളിക്കണം. മരുന്നുകൾ ഒരുപാടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അരി വെക്കാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കൂപ്പില്. നല്ല പാചകക്കാരൻ. അവിടെ ഇഷ്ടം പോലെ സാധനം അരി ചാക്കുമ്പടി ഇറക്കിയിട്ടേക്കണു. ഇതെല്ലാം കഴിച്ച് തിന്നു കുളിച്ച് ഇവനിങ്ങനെ കിടക്കുവാണ്. ഇവൻ പിന്നെ ആദ്യത്തെ ഭാര്യയും പിള്ളേരും അത് മറന്നുപോയി. പിന്നെ ഇങ്ങനെ സുഖമായിട്ട് ഓരോന്നിനും കൂടി താമസിച്ച് അതിലും മക്കളുണ്ടാണ് ഇങ്ങനെ നടക്കണം. ഇതുങ്ങൾ പട്ടിണി. അപ്പൊ അലക്സിന്റെ ഒക്കെ പ്രായമാകുമ്പോഴത്തേനും ഈ പ്രൈവറ്റ് ആനയും പല തട്ടുമുട്ടും കിട്ടും. ഒരു പരിധി കഴിയുമ്പോൾ ഈ പെലയ്ക്ക് പോലും എന്റെ ആശാൻ പറഞ്ഞെന്നാ പറഞ്ഞത് 45 വയസ്സ് കൂടുതലൊന്നും കഴിയില്ലെന്ന് പറഞ്ഞു. പെലയുടെ കയ്യിൽ ഒരു പന്ത് കിട്ടിയാല് അത് കാലിന്റെ മുട്ട കിട്ടിയാൽ അത് ഗോളടിച്ചിട്ടേ വെക്കുള്ളൂടാ നാറിന്ന് പറയും. പല ആനപ്പണി പഴുക്കുമ്പോ പറഞ്ഞാണ്. അപ്പൊ അത് അത്ര പറ്റുള്ളൂ. ഇവനൊന്നും നോക്കണില്ല. ഇവനന്ന് നല്ല വാറ്റുകാരെ സാമാനോ കുടിച്ച് നല്ല കാട്ടച്ചൊക്കെ ഇങ്ങനെ നടക്കുമല്ലേ. പറ്റാണ്ടാൻ പിന്നെ വരും. അലക്സ് കയറ്റുവോ? നിന്നെപ്പോലെ 3-4 പിള്ളേരെ കാണും. ഈ പെമ്പറന്നൂത്ത് കൂലിപ്പണിക്ക് പോയിട്ട് ഇവർക്ക് അഞ്ഞു കൊടുക്കണ അവർ കണ്ടിട്ടുണ്ട്. അല്ല അവന് ഓർമ്മ വരും. ഓടിക്കും. അതാണ് കൊടുക്കുക. എല്ലാ ആൾക്കാരുടെ ഒന്നിലെ ആത്മഹത്യ അല്ലെങ്കിൽ കടത്തിനെ കിടന്ന് പൊഴുത്തിരിച്ച് കിടക്കും.